നമസ്കാരം. ചില ജ്യോതിഷപരമായിട്ടുള്ള അറിവുകൾ, പ്രത്യേകിച്ച് പിതൃക്കളെ പറ്റി, പിതൃക്കളുടെ കർമ്മങ്ങൾ ചെയ്യുന്നതിനെ പറ്റി, ഭക്തിയെപ്പറ്റി, അങ്ങനെ കുറച്ച് അറിവുകളാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ അവസാന കാലമൊക്കെ അടുക്കുമ്പോൾ ആ ഒരു ശ്വാസം കൂടി നമുക്ക് അനുവദിച്ച് തന്നിരുന്നെങ്കിൽ, നമുക്ക് ഒന്നുകൂടി ഒരു ശ്വാസം കൂടി ഉള്ളിലേക്ക് വലിച്ചെടുക്കണമായിരുന്നു എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ പോലും ആ സമയം വരുമ്പോൾ പോകേണ്ട സമയത്ത് പോകേണ്ടി വരും. നമുക്കതിനുള്ള കഴിവും കാര്യങ്ങളൊന്നുമില്ല എന്ന് നമുക്ക് അറിയാവുന്നതാണ്. പലരും മറന്നു പോകാറുണ്ട്. ഭഗവത് പ്രീതി കൊണ്ട്, ഭഗവത് കൃപ കൊണ്ട്, അതായത് എല്ലാം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. പല കാര്യങ്ങളും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ വരുമ്പോൾ നമ്മുടെ ജനന മരണങ്ങളും, നമ്മുടെ സന്താനങ്ങളും, നമ്മൾ ഏത് കുടുംബത്തിൽ ജനിക്കുന്നു, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നേരത്തെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ്. ഏത് മാർഗത്തിലൂടെ സഞ്ചരിക്കണം, എങ്ങനെ ജീവിക്കണം, ഇത് നമുക്ക് വിട്ടു തന്നിട്ടുണ്ട്. അതായത് നമുക്ക് ധാർമ്മികതയുടെ വഴിയിലും അധാർമികതയുടെ വഴിയിലും രണ്ട് തരത്തിലും സഞ്ചരിക്കാനുള്ളൊരു ചോയ്സ് നമ്മുടെ കയ്യിലാണ്. ഏത് കഷ്ടപ്പാടിലും ധാർമ്മികത മുറുകെ പിടിച്ച് ഇരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതല്ലാതെ നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വഴികൾ ഉപേക്ഷിക്കുന്നുണ്ടോ? ഭഗവാനെ മറക്കുന്നുണ്ടോ? അതായത് കുറേ പരീക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ദശാകാലങ്ങൾക്കനുസരിച്ച്, രാഹു മഹാദശയുടെയൊക്കെ സമയത്ത് പ്രത്യേകിച്ചും, രാഹു, കേതു, ശനി, ചൊവ്വ എന്നിങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ, നിങ്ങളുടെ 6-ാം ഭാവാധിപൻ്റെ, 12-ാം ഭാവാധിപൻ്റെ, അഷ്ടമഭാവത്തിൻ്റെ, അല്ലെങ്കിൽ ഈ ഭാവങ്ങളിൽ ഇരിക്കുന്ന ഗ്രഹങ്ങളുടെയൊക്കെ ദശ വരുമ്പോൾ നമുക്ക് വെല്ലുവിളികൾ ഉണ്ടാകും. ഏത് വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നത്. അതായത് 18 വർഷത്തെ രാഹു മഹാദശയൊക്കെ വരുമ്പോൾ എങ്ങനെ അതിനെ നേരിടുന്നു? ഒരുപാട് വഴികൾ തുറന്നു തരുന്നതായിരിക്കും. ചിലപ്പോൾ നല്ല പൊസിഷനിലിരിക്കുന്ന രാഹുവൊക്കെ ആ ഒരു താൽക്കാലിക ലാഭത്തിന് വേണ്ടി പല വഴികൾ തുറന്നു തരുന്നതായിരിക്കും. ധാർമ്മികതയുടെ വഴി സ്വീകരിച്ചിട്ടാണോ നിങ്ങൾ കർമ്മം ചെയ്യുന്നത്, അതോ അധാർമികത സ്വീകരിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള പല കാര്യങ്ങളും, പലതും മനസ്സിനെ ബാധിക്കുന്നതായിരിക്കും. നമ്മുടെ മനസ്സിനാണ് സുഖദുഃഖങ്ങൾ ബാധിക്കുന്നത്. സുഖദുഃഖങ്ങൾ ആദ്യം മനസ്സിലാണ് ഉത്ഭവിക്കുന്നത്. അതായത് സദാസമയവും ഭഗവത് സ്മരണയുള്ള ഒരു വ്യക്തിക്ക്, ദൈവചിന്തയുള്ള ഒരു വ്യക്തിക്ക്, അദ്ദേഹത്തിന് പല രോഗങ്ങളുണ്ടെങ്കിലും, അല്ലെങ്കിൽ കഷ്ടപ്പാടുണ്ടെങ്കിലും, ജോലിയിലെ തടസ്സങ്ങളാണെങ്കിലും, കുടുംബത്തിലെ പ്രശ്നങ്ങളാണെങ്കിലും, ഈ ഭഗവാന്റെ ചിന്തകൾ എപ്പോഴും, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ ചിന്തകൾ സദാസമയവും മനസ്സിലുള്ളത് കൊണ്ട് പുറമേയുള്ള പ്രശ്നങ്ങളൊന്നും അധികം ബാധിക്കാതെ അതിനനുസരിച്ച് നീങ്ങിപ്പോകാൻ കഴിയുന്നതാണ്. അതായത് നമ്മുടെ മനസ്സിലെപ്പോഴും ഇങ്ങനെയുള്ള ബന്ധങ്ങളും ജോലിയിലെ പ്രശ്നങ്ങളും ആയിരിക്കില്ല നമ്മുടെ മനസ്സിൽ ഈ ഭഗവത് ചിന്ത അല്ലെങ്കിൽ ഈശ്വര ചിന്ത ഉള്ളത് കൊണ്ട് നമ്മളെ മറ്റു കാര്യങ്ങൾ ബാധിക്കില്ല. അതായത് മനസ്സിൽ ആ ഒരു ആനന്ദം നിലനിൽക്കുന്നതായിരിക്കും. അതാണ് ഭക്തിയുടെ ഒരു പ്രത്യേകതയും. അതേസമയം ഭക്തിയും മറ്റ് ചിന്തകളും ഇല്ലാതെ, ഭഗവാന്റെ സ്മരണകളില്ലാത്തവർക്ക്, അതായത് ഇഷ്ടദൈവത്തെപ്പറ്റി ചിന്തിക്കാത്തവർക്ക്, നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് മറ്റു കാര്യങ്ങൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിനെ പെട്ടെന്ന് ഈ ബന്ധങ്ങൾക്ക്, ജോലിക്ക് ഒക്കെ നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ്. അതായത് വീട്ടിൽ വന്നാലും ജോലി സ്ഥലത്ത് നിന്ന് തിരിച്ചു വരുന്ന വഴിക്കും എല്ലാം ഒരുപക്ഷെ നിങ്ങളുടെ ആ മേലധികാരി പറഞ്ഞൊരു കാര്യമായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബന്ധു നിങ്ങളോട് പറഞ്ഞ വാക്കുകളായിരിക്കാം നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സാമ്പത്തിക പ്രശ്നമായിരിക്കാം. പക്ഷെ പല പ്രശ്നങ്ങളുടെ ഇടയിലും നിങ്ങൾക്ക് ദൈവിക ചിന്ത, അതാണ് ഒരു ഇഷ്ടദൈവം ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത്. നിങ്ങളുടെ ആ ഇഷ്ടദൈവത്തിൻ്റെ ഒരു ചിന്ത, ഭഗവത് സ്മരണ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏകദേശ പ്രശ്നങ്ങളെയും നമുക്ക് തരണം ചെയ്യാൻ കഴിയുന്നതാണ്. ഈ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ, കുറച്ച് ബുദ്ധിമുട്ടാണ് തുടക്കക്കാർക്കൊക്കെ എപ്പോഴും ഭഗവാനെ അല്ലെങ്കിൽ ഈശ്വരനെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കാൻ. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വളർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം എന്നത് നിങ്ങളുടെ പിതൃക്കൾ കൂടി തൃപ്തരാകുന്നതാണ്. അതായത് അവരും പിതൃലോകത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ഒരു ഗതി കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക, അലഞ്ഞു നടക്കുകയാണെന്ന് വിചാരിക്കുക, അപ്പോഴും ആ ആത്മാവും ആഗ്രഹിക്കുന്നത് ഒരു ഗതി കിട്ടാനാണ്. അതായത് ഭഗവാനിലേക്ക് എത്താൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. സകല ഭൂതപ്രേത പിശാചുക്കളും മറ്റ് യോനികളിലുള്ളവരും ആരാണെങ്കിലും ഈ ഒരു മുക്തി, ആ ഒരു അവസ്ഥയിൽ നിന്ന്
മോചനം ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഏത് യോനിയിലാണെങ്കിലും ആ അവസ്ഥയിൽ നിന്ന് അവർ മോചനം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ സദാസമയവും നാമജപം മുഴങ്ങുകയാണെങ്കിൽ, അതായത് കുട്ടികളിരുന്ന് സന്ധ്യാസമയത്ത് നാമജപിക്കുന്നു, നിങ്ങൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം ദൈവത്തിൻ്റെ ഒരു ജപം, ഒരു സ്തോത്രമായിക്കോട്ടെ, ജപങ്ങളായിക്കോട്ടെ, അങ്ങനെയുള്ള ഭക്തി സാന്ദ്രമാക്കിക്കൊണ്ട് അങ്ങനെയുള്ള ഗാനങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിരന്തരം പ്ലേ ചെയ്ത് വയ്ക്കുകയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സ്വയം പാടുകയാണ് കീർത്തനങ്ങളും കാര്യങ്ങളും. പ്രധാനമായിട്ടും നാമജപങ്ങളാണ്. ഇതെല്ലാം പിന്നീടാണ്. നാമജപങ്ങളാണ് പ്രധാനമായിട്ടും. നിങ്ങളുടെ മനസ്സിലും സദാസമയവും നാമജപങ്ങളാണ് എങ്കിൽ നിങ്ങളുടെ പിതൃക്കളും സന്തോഷിക്കുന്നതാണ്. കാരണം അവരുടെ ജീവിച്ചിരിക്കുന്ന ഒരു അംശമാണ് നിങ്ങൾ. അവർ തന്ന പ്രോപ്പർട്ടിയിൽ താമസിക്കുമ്പോൾ അല്ലെങ്കിൽ അതിലൊരു ഭാഗം നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ അവരെപ്പറ്റി ചിന്തിക്കുന്നില്ല. അത് നമ്മുടെ പിതാവ് മാതാവ് വഴി നമുക്ക് അർഹതപ്പെട്ടതാണ് നമുക്ക് ലഭിച്ചത് എന്നൊരു അധികാരത്തോടു കൂടിയാണ് നമ്മളിരിക്കുന്നത്. അതേസമയം ഈ ശരീരവും ഈ മജ്ജയും മാംസവും രക്തവും നമ്മുടെ മുഖത്തിരിക്കുന്ന കണ്ണും മൂക്കും എല്ലാം നമ്മുടെ പിതൃക്കളുടെ ഒരു DNA ആണ്. അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കർമ്മങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവർ പല സമയങ്ങളിലായിട്ട് ചെയ്ത കർമ്മഫലങ്ങളും നമ്മളിലൂടെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിലും നമ്മുടെ സന്തോഷത്തിനും വേണ്ടിയാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണെങ്കിലും, അതായത് നിങ്ങൾ സ്വാർത്ഥരായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പോലും പിതൃക്കളെ സംബന്ധിച്ചിട്ടുള്ള കർമ്മങ്ങൾ യഥാവിധി ചെയ്യേണ്ടതാണ്. അത് തീർച്ചയായിട്ടും അതിനുവേണ്ടി എപ്പോഴും ഞാൻ പറയാറുണ്ട്, എപ്പോഴും സാമ്പത്തികമായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞുവെന്ന് വരില്ല. ഒരുപക്ഷെ വലിയ വലിയ പൂജകൾ ചെയ്യാൻ കഴിഞ്ഞുവെന്ന് വരില്ല. അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തൊക്കെ ആണെങ്കിൽ തർപ്പണക്രിയകളും കാര്യങ്ങളൊക്കെ യഥാവിധി ചെയ്യാനുള്ള തടസ്സമുണ്ടായിരിക്കാം. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. പക്ഷെ നാമജപം എന്നത് എല്ലാവർക്കും എവിടെ വെച്ചും ചെയ്യാവുന്നതാണ്. അതിനൊന്നും സമയമില്ലാത്ത ആരുമില്ല. അതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. ഇങ്ങനെയുള്ള എളുപ്പമുള്ള മാർഗം പണം ചെലവാക്കാതെ നമുക്ക് ലഭിക്കുന്ന മാർഗമായതുകൊണ്ട് ഇതിലാരും വലിയ വില കൽപ്പിക്കാറില്ല. പക്ഷേ ഇത് നിരന്തരം ചെയ്യുന്നവർക്ക് വളരെ ആത്മാർത്ഥതയോടുകൂടി ഗുരുവാണിത് പറഞ്ഞു തരുന്നത്, ഇത് ഭഗവതിയാണ് ഇന്ന വ്യക്തിയിലൂടെ ഈ അറിവെനിക്ക് കൊണ്ടുതരുന്നത് എന്നൊരു ബോധത്തോടു കൂടി നിങ്ങളുടെ പിതൃക്കളുടെ ഉത്ഥാനത്തിന് വേണ്ടി, പിതൃക്കളുടെ ഉത്ഥാനം എന്നത് നിങ്ങളുടെ സ്വന്തം അഭിവൃദ്ധി കൂടിയാണ്, നിങ്ങളുടെ മക്കളുടെ അഭിവൃദ്ധി കൂടിയാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ നാമജപം ചെയ്യാനായിട്ട് കുറച്ച് സമയം ചിലവഴിക്കുകയാണെങ്കിൽ അത് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുതരുന്നതാണ്. അപ്പോൾ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്ത കുറച്ച് വീഡിയോകളിലും പല പരിഹാരങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി പറഞ്ഞു തന്നാൽ, തീർച്ചയായിട്ടും ദിവസം നമ്മൾ കുറച്ച് സമയം, അതായത് ഒരു മാലയെങ്കിലും ഞാൻ എൻ്റെ പിതൃവിന് സമർപ്പിക്കുന്നതാണ്. ദിവസം ഒരു മാല ജപിച്ചിട്ട്, ശരിക്കും നിങ്ങൾ ഇരുന്നിട്ട് ഒരു 5 മാല ജപിക്കാൻ കഴിയുകയാണെങ്കിൽ, അത് മാല ജപിക്കാൻ പറയുന്നത് തുടക്കക്കാരോടാണ്. അവർക്കാകുമ്പോൾ അതിൻ്റെ ഒരു കണക്ക് കിട്ടും. തുടക്കക്കാരല്ല, നിങ്ങൾ വർഷങ്ങളായിട്ട് നാമം ജപിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് മണിക്കൂർ വെച്ച് ജപിക്കാവുന്നതാണ്. രാവിലെ 2 മണിക്കൂർ, വൈകുന്നേരം 2 മണിക്കൂർ, ഉച്ചയ്ക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ അങ്ങനെ. അതുമാത്രമല്ല സദാസമയവും, അതായത് നമ്മൾക്കിത് ശീലം വന്നു കഴിഞ്ഞാൽ ഇത് സദാസമയവും നമ്മുടെ നാവിൽ ഈ മന്ത്രങ്ങൾ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. അതെങ്ങനെ നമ്മളൊരാൾ നമ്മുടെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഈ മന്ത്രം തന്നെ ആയിരിക്കും, നാമമായിരിക്കും. മന്ത്രം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളിതിനെ നാമമായിട്ട് എടുത്താൽ മതി. നാമമാകുമ്പോൾ അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഭഗവാന്റെ നാമങ്ങൾ, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നാമങ്ങൾ നിങ്ങൾ പീരീഡ്സ് ആയിട്ടുള്ള സമയത്താണെങ്കിൽ പോലും ചൊല്ലാവുന്നതാണ്. നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നാമങ്ങൾ ചൊല്ലാവുന്നതാണ്. കാരണം എപ്പോഴാണ് നമ്മുടെ പ്രാണൻ പോകുന്നത് എന്നതറിയില്ല. അതുകൊണ്ട് ആ പ്രാണൻ പോകുന്ന സമയത്ത് നമ്മുടെ നാവിൽ ആ നാമം ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് ഏത് സമയത്തും ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാവുന്നതാണ്. ഭഗവാന്റെ നാമങ്ങളാണ്, അതായത് നാമങ്ങൾ കേൾക്കുന്നതിലൂടെ ഈ ഭൂതപ്രേത പിശാച് ആദികളും തൃപ്തരാവുന്നതാണ്. അവരിൽ പലരും നിസ്സഹായരാണ്. ആ യോനിയിലേക്ക് അവർ പ്രവേശിച്ചത് അവരുടെ ദുഷ്കർമ്മങ്ങളുടെ ഫലമായിട്ടാണ്. ഇതിൽ തന്നെ വളരെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുമുണ്ട്. പറഞ്ഞ മറ്റ് യോനികളിലുള്ളവർക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുമുണ്ട്. ഇതിൽ തന്നെ കുറച്ച് നല്ല ആൾക്കാരുമുണ്ട്. അതായത് ചിലർ വളരെയധികം കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട്, അധർമ്മം ചെയ്തതുകൊണ്ട് ആ യോനികളിൽ എത്തിപ്പെട്ടവർ. ചിലരൊക്കെ സ്വന്തം കാരണത്താലല്ലാതെ കൊല ചെയ്യപ്പെടുക, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് എത്തിപ്പെട്ടവർ. ചിലരൊക്കെ ഈ മറ്റ് യോനികളിൽ കഴിയുന്ന ആൾക്കാർ, അതായത് ഭൂതപ്രേത പിശാച് ആദിയായിട്ടുള്ളവർ, അവർ ജീവിച്ചിരിക്കുമ്പോൾ സൽസ്വഭാവവും ധാർമ്മികതയും ഉള്ള വ്യക്തികളായിരുന്നു. പക്ഷേ
ഒരു സമയദോഷത്തിൻ്റെ, അതായത് ഒരു പ്രേരണ വെച്ചിട്ട് അവർ ആത്മഹത്യ ചെയ്തിട്ടോ കൊലപാതകം ചെയ്യപ്പെട്ടിട്ടോ ദുർമരണം മറ്റ് മന്ത്രവാദം വഴി ഒക്കെ അങ്ങനെ മരിച്ചവരായിരിക്കാം. അപ്പോൾ ആ യോനിയിലേക്ക് അവർ പോയപ്പോഴും, അതായത് അവരൊരു പിശാച അല്ലെങ്കിൽ പ്രേത യോനിയിലാണെങ്കിൽ ആ യോനിയിൽ ഇരിക്കുമ്പോഴും അവരിൽ ആ നന്മയുണ്ട്. അത്തരം ആത്മാക്കൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ട് വരികയും ചെയ്യും. അതായത് നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള മരണങ്ങളൊക്കെ സംഭവിച്ച വീടാണെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ജീവിത രീതിയൊക്കെ ഒരു ധാർമ്മികതയുള്ളൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും മുക്തി ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് ഈ നാമജപമൊക്കെയാണ്. അതിന് പണച്ചിലവൊന്നുമില്ല. അതായത് ഈ പുണ്യം ഞാൻ സമർപ്പിക്കുന്നു ഇന്ന വ്യക്തിക്ക്. അത് നിങ്ങളുടെ ഒരു സുഹൃത്തിന് വേണ്ടിയും ആവാം. ഈ ആത്മാക്കൾ ഇത് ആഗ്രഹിക്കുന്നുണ്ട്. അവർ ആ അവസ്ഥയിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് ജീവിച്ചിരിക്കുന്ന നമുക്ക് മാത്രമേ ഈ കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. നമുക്ക് മാത്രമേ അമ്പലങ്ങളിൽ പോകാനും പൂജാ പ്രാർത്ഥനകൾ കഴിക്കാനും തർപ്പണം ചെയ്യാനും ഇതൊക്കെ പറ്റുകയുള്ളൂ. നമുക്ക് ശരീരം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കർമ്മം ചെയ്യാൻ പറ്റുന്നത്. ശരീരമില്ലാത്ത യോനികളിലുള്ളവർ നിസ്സഹായരാണ്. അതുകൊണ്ട് അതാണ് പറയുന്നത്, നമ്മൾ എപ്പോഴും നന്മ ആഗ്രഹിക്കുക. അതായത് ഈ മനുഷ്യരൂപത്തിൽ ഇരുന്നിട്ടും ഭഗവതി നമ്മളോട് പറയുകയാണ്, നിങ്ങൾ മറ്റുള്ളവരെ മറ്റ് യോനികളിലുള്ളവരെയും സഹായിക്കാൻ പഠിക്കൂ. നിന്റെ ഉത്ഥാനം ഞാൻ ചെയ്യുന്നതാണ്. നീ എനിക്ക് പ്രിയപ്പെട്ട ഭക്തൻ അല്ലെങ്കിൽ ഭക്തയാണ്. നീ എല്ലാവർക്കും വേണ്ടി നന്മ ആഗ്രഹിക്കൂ. അപ്പോഴാണ് നമ്മൾ എത്രമാത്രം നന്മ ആഗ്രഹിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി, അത്രയും നമുക്ക് നന്മകൾ വന്നു ചേരുന്നതാണ്. അപ്പോൾ ചിലരൊക്കെ ഈ ഭൂതം പ്രേതം എന്നൊക്കെ പറയുമ്പോൾ അവരെപ്പറ്റി നമ്മൾ എന്തിനു ചിന്തിക്കുന്നു? അതായത് മുതുമുത്തച്ഛൻ മരിച്ചു പോയതല്ലേ, അല്ലെങ്കിൽ ഇത്ര ചെറിയൊരു കാര്യത്തിന് വേണ്ടി ആത്മഹത്യ ചെയ്തതല്ലേ, അല്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടതെന്ന് ആർക്കറിയാം, നമ്മൾ എന്തിനാണ് അവർക്ക് വേണ്ടി മാല ജപിക്കുകയും തർപ്പണം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഓരോ ദശാകാലമാണ്. ഓരോ കർമ്മത്തിൻ്റെയും ഫലമായിട്ടാണ് ഓരോ കാര്യങ്ങളും അവരുടെ ജീവിതത്തിലും സംഭവിച്ചിരിക്കുന്നത്. നമ്മളും മനുഷ്യയോനിയിൽ തന്നെ ഉണ്ട്, മനുഷ്യ ജീവിയായിട്ടിരിക്കുകയാണ്. എന്ത് എപ്പോൾ സംഭവിക്കുന്നു എന്നത് നമുക്കും വലിയ പിടിയൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ആൾക്കാരുണ്ടാകും. സന്താനങ്ങൾ ഉണ്ടാകണം എന്ന് എന്തുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ഓമനിക്കാനും ലാളിക്കാനും മാത്രമാണ്. ഒരുപാട് ആൾക്കാർക്ക് മൃഗങ്ങളോടൊക്കെയല്ലേ ഇഷ്ടം. അവർക്ക് ഓമനിക്കാനും ലാളിക്കാനും ആ മൃഗങ്ങൾ ഉണ്ടെങ്കിൽ കൂടി സന്താനങ്ങൾ കൂടി വേണം നമുക്ക് എന്ന് വിചാരിച്ചിട്ട് അവർ സന്താനങ്ങളെ സൃഷ്ടിക്കുന്നില്ലേ? പഴയ കാലം തൊട്ട് തന്നെ ഈ സന്താനങ്ങൾ ഉണ്ടാവുക എന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്നത് നമ്മുടെ ആ കുലം മുന്നോട്ട് പോവുക എന്നതാണ്. ആ പേര് നിലനിർത്തുക. അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ പിന്നെ മകൻ, ആ ഒരു വഴി അങ്ങനെ പോവുക. അല്ലെങ്കിൽ തായ് വഴിയാണെങ്കിൽ അമ്മ, മകൾ, മകളുടെ മകൾ, അങ്ങനെ അത് പോവുക. എങ്ങനെയായാലും ആ കുലം അങ്ങനെ നിന്ന് പോകണം എന്നുള്ളൊരു ചിന്ത. അതിലും പ്രധാനപ്പെട്ട കാര്യം എന്നത് നമുക്ക് തർപ്പണക്രിയകൾ ചെയ്യാനും നമ്മൾ മരിച്ചു പോയാൽ നമുക്ക് വേണ്ടി ക്രിയകൾ ചെയ്യാനും നമ്മൾ ഏത് യോനിയിലേക്കാണ് എങ്ങനെയുള്ള ഗതിയാണ് നമുക്ക് വരുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സന്താനം ഉണ്ടാകണമെന്ന് ആണ് പ്രധാനമായിട്ടും ഈ സന്താനങ്ങൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാം കർത്തവ്യമാണ് നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക എന്നത്. പറഞ്ഞു വരുന്നത് ഈ മാല ജപത്തിലേക്കാണ്. അതായത് മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഈ മക്കൾ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അതില്ലാത്തതിന് തുല്യം തന്നെയാണ്. അതായത് ദിവസം കുറച്ച് സമയമെങ്കിലും നാമം ജപിച്ചിട്ട് അതിൻ്റെ പുണ്യം നമ്മൾ സങ്കല്പിച്ചാൽ മതി. ഇതിൻ്റെ പുണ്യം എൻ്റെ പിതൃക്കൾക്ക് കൊടുക്കുന്നു. സങ്കല്പങ്ങൾക്ക്, നമ്മൾ മനസ്സിലെടുക്കുന്ന ദൈവികമായിട്ടുള്ള സങ്കല്പങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ്. നിങ്ങളിൽ പലർക്കും അനുഭവം ഉണ്ടാകും. നിങ്ങൾ തന്നെ ഭഗവാനോട് ആവശ്യപ്പെടാറില്ലേ, ഭഗവാനെ എനിക്ക് ഇന്ന ജോലി ലഭിച്ചാൽ ഞാൻ ഇന്നത് തരാം, അല്ലെങ്കിൽ സന്താനമുണ്ടായാൽ ഞാൻ ഇന്നത് തരാം. നിങ്ങൾ സങ്കല്പിക്കുകയാണ് ഇന്നത് തരാം എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ നാമജപം ചെയ്തിട്ട് ആ പുണ്യം ട്രാൻസ്ഫർ ചെയ്യുന്നത്. നിങ്ങളിൽ പലർക്കും 10ഉം 16ഉം വർഷം സന്താനങ്ങൾ ഇല്ലാതിരുന്നിട്ട് നിങ്ങൾക്ക് സന്താനം ലഭിച്ചിട്ടുള്ള അനുഭവമില്ലേ? അതുപോലെ തന്നെയാണ് നിങ്ങൾ ഈ 1 മണിക്കൂർ ദിവസവും മാല ജപം ചെയ്തിട്ട് പിതൃക്കൾക്ക് സമർപ്പിക്കുമ്പോൾ പിതൃലോകത്ത് നിന്ന് അവർ നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. അവർക്ക് ഗതി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്ഥാനം തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാനും ഇത് പ്രാവർത്തികമാക്കിയിട്ട് ഒരു 3-4 വർഷം ഇങ്ങനെയുള്ള ഒരു ദിനചര്യയുടെ ഭാഗമാക്കി ഇതിനെ കൊണ്ടുപോയിട്ട് ആ ഒരു പിതൃലോകത്തിൽ നിന്ന് നമുക്ക് വന്നു ചേരുന്ന അനുഗ്രഹം മാത്രമല്ല, മാലജപത്തിൻ്റെ ഒരു പുണ്യം നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ നമ്മുടെ ആ ഒരു കുറച്ച് സമയം ഇങ്ങനെ മറ്റുള്ളവർക്കായി ചിലവഴിക്കുമ്പോൾ അത് ഭഗവാൻ കാണുന്നുണ്ട്.
ആ ഭഗവാന്റെ കൃപ നമുക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായും നമുക്കും നന്മ വരുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിനും നന്മ വരുന്നുണ്ട്. ഇതെല്ലാം വിശ്വാസമുള്ളവർക്കാണ്. വിശ്വാസമുണ്ടെങ്കിൽ വിശ്വാസത്തോടു കൂടി ഇത്തരം കാര്യം ചെയ്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇതിന് പണച്ചിലവില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകതയും. ഇതെല്ലാം ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ തർപ്പണക്രിയകളും അമാവാസി, പൂർണിമ, മലയാളം മാസം 1-ാം തീയതി എന്നീ ദിവസങ്ങളിലെ ആഹാരം ദാനം ചെയ്യുക. നിങ്ങളുടെ പിറന്നാളുകൾ വരുമ്പോൾ അന്നദാനം ചെയ്യുക. അതായത് മൊത്തത്തിൽ അന്നദാനം ചെയ്യുക, പിതൃക്കളുടെ പേരിൽ ദാനധർമ്മങ്ങൾ നടത്തുക. ഇതെല്ലാം വളരെ ഗുണം ചെയ്യും. അതുപോലെ അമാവാസി ദിവസം രാത്രി മുഴുവൻ വീട്ടിൽ വിളക്ക് തെളിയിച്ച് വയ്ക്കുക. വളരെ നല്ല കാര്യമാണ്. ഇതെല്ലാം പിതൃക്കൾക്കുള്ള നിങ്ങൾ ചെയ്യുന്ന സത്കർമ്മങ്ങൾ തന്നെയാണ്. ഇതെല്ലാം ചെയ്തിട്ട് പ്രത്യേകിച്ച് കുട്ടികളുടെ സ്വഭാവത്തിലൊക്കെ മാറ്റം വന്ന ഇഷ്ടംപോലെ കേസസ് ഉണ്ട്. അതായത് പിതൃദോഷം അല്ലെങ്കിൽ പിതൃക്കളുടെ പ്രീതി ഇല്ലാതാകുമ്പോൾ നമ്മുടെ കുടുംബത്തിലൊരു കലഹം, മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ ഒത്തുചേരാത്ത ഒരു അവസ്ഥ, നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ആരും അടുത്തില്ലാത്തൊരവസ്ഥ, അതുകൂടാതെ പറഞ്ഞാൽ അനുസരിക്കാത്ത സന്താനങ്ങൾ, തെറ്റായ മാർഗത്തിലൂടെ പോകുന്ന സന്താനം, കുട്ടികളൊക്കെ തെറ്റായ രീതിയിൽ അനുസരിക്കാതെ പോയി കഴിയുമ്പോൾ അത് വലിയ ഉത്കണ്ഠയാണ് മാതാപിതാക്കൾക്കുണ്ടാകുന്നത്. ഇതിൻ്റെ എല്ലാം ഒരു കാരണം എന്നത് പിതൃക്കൾ തൃപ്തരല്ല എന്നാണ്. കാരണം അവരുടെ സ്വത്തും കാര്യങ്ങളും എല്ലാം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ പറയുകയാണ് ഞങ്ങൾ അവരുടെ ഒരു പ്രോപ്പർട്ടിയും അനുഭവിക്കുന്നില്ല എങ്കിലും നിങ്ങളുടെ ശരീരം അവരുടേതാണ്, നിങ്ങളിലെ DNA അവരുടേതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളിവിടെ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിൽ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ജീവിതത്തിൽ നടക്കുന്നതായിരിക്കും. വിശ്വാസമുള്ളവർക്ക് ഇത് അനുഭവമാണ്. ഇഷ്ടം പോലെ കുട്ടികളുടെ ജാതകം നമ്മുടെ അടുത്ത് വരുന്നതാണ്, ഇഷ്ടം പോലെ. ചെറിയ പരിഹാരങ്ങൾ കൊണ്ട് അവർ വളരെ നിസ്സഹായരായിട്ട് എല്ലായിടത്തും പോയി അവരുടെ ആ ഒരു ആ ഒരു നിസ്സഹായാവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ കിട്ടുന്ന ഉപദേശങ്ങൾ വളരെയധികം വിശ്വാസത്തോടു കൂടി ഭഗവതി തരുന്നതാണ്. ഇത് ഭഗവതിയിലൂടെയാണ് എനിക്ക് നിർദ്ദേശങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ആ ഒരു തരത്തിൽ അവർ അതിനെ സ്വീകരിച്ചിട്ട് ഇത്തരം പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശരിക്കും 1.5 വർഷത്തിനുള്ളിൽ തന്നെ ഫലം കാണാറുണ്ട്. കുട്ടികൾ സമയത്തിന് വീട്ടിൽ തിരിച്ചു വരിക, തെറ്റായ ബന്ധം ഒക്കെ അവസാനിപ്പിച്ചിട്ട് അച്ഛനോടും അമ്മയോടും തെറ്റുകൾ ഏറ്റുപറയുക, അതൊക്കെ വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ആരുടെ കൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികൾ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ പലരും പിന്നീട് പഠിത്തം ഉപേക്ഷിച്ചവർ വീണ്ടും പഠിക്കാൻ താല്പര്യം കാണിക്കുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. എന്താണ് പരിഹാരങ്ങൾ? ചെറിയ ചെറിയ പരിഹാരങ്ങളാണ്. അവർ ജനിച്ച തിഥിയിലും ജനിച്ച നക്ഷത്ര ദിവസവും അമാവാസ്യ ദിവസവും ഒക്കെ നമ്മൾ പിതൃക്കൾക്കായിട്ട് ദാനങ്ങൾ ചെയ്യുന്നു, നാമജപം ചെയ്യുന്നു. അമാവാസ്യ ദിവസമൊക്കെ നെയ്വിളക്ക് വീട്ടിൽ കത്തിച്ചു വയ്ക്കുന്നു രാത്രി മുഴുവൻ. അങ്ങനെയുള്ള കുറച്ച് പരിഹാരങ്ങളാണ്. അതുപോലെ അമ്പല സന്ദർശനങ്ങൾ, ചില ജാതകപ്രകാരം ചില ദിവസങ്ങളിൽ, പ്രത്യേക ദിവസങ്ങളിൽ ചെയ്യേണ്ട ചില പരിഹാരങ്ങൾ. മാത്രമല്ല ചില അമ്പലങ്ങളിൽ ഏത് ക്ഷേത്രത്തിൽ പോയി വന്നാലാണ് ആ ഒരു ട്രാൻസ്ഫർമേഷൻ, ഒരു മാറ്റം സംഭവിക്കുക. അങ്ങനെയുള്ള പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പല ദോഷങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതാണ്. പക്ഷേ ഇതിന് ഏറ്റവും ആദ്യം വേണ്ടത് വിശ്വാസമാണ്. അതായത് ഭഗവതി അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവം എന്നത് ഈ വ്യക്തിയിലൂടെ വന്നിട്ട് നിങ്ങളുടെ ആചാര്യൻ്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ രൂപത്തിലായിരിക്കാം, നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്ന ഒരു ലേഖനമായിരിക്കാം. ഈ വഴി എൻ്റെ ഭഗവതി വന്നിട്ട് എനിക്ക് അറിവ് പകർന്നു തരികയാണ്. അതിൽ വിശ്വസിച്ചിട്ട് നമ്മൾ ആ കർമ്മങ്ങൾ, ആ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഉറപ്പാണ്. ഇതും നിങ്ങളിലേക്ക് വരണമെങ്കിൽ, ഇത്തരം അറിവുകൾ കേൾക്കണമെങ്കിൽ പോലും നിങ്ങൾക്കൊരു പുണ്യം വേണം, നിങ്ങൾക്ക് ആ ഒരു പരാശക്തിയുടെ അനുഗ്രഹം വേണം. അപ്പോഴേ നിങ്ങൾക്ക് ഇത്രയും നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളും അറിയാൻ കഴിയുള്ളൂ. പറഞ്ഞു വരുന്നത് നമ്മുടെ സന്താനങ്ങൾ എന്നത്, കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ സന്താനങ്ങൾ എന്നത് നമ്മുടെ 5-ാം ഭാവമാണ്. പ്രധാനമായിട്ടും സന്താനത്തെപ്പറ്റി ചിന്തിക്കുന്നത് 5-ാം ഭാവത്തിൽ നിന്നാണ്. 5-ാം ഭാവം എന്നത് നമ്മുടെ പൂർവ്വജന്മ പുണ്യപാപങ്ങളുടെ ഒരു അക്കൗണ്ടാണ്. അപ്പോൾ നമ്മുടെ സന്താനം എന്നത് അത് നല്ലതാണോ മോശമാണോ എന്നത് നമ്മുടെ ആ ഒരു പൂർവ്വജന്മ പുണ്യത്തിനനുസരിച്ചിരിക്കും. അതായത് മദ്യപിച്ച് മറ്റ് പലതരം കാര്യങ്ങൾ ചെയ്ത് നടക്കുന്ന ഒരു മകനോ മകളോ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പൂർവ്വജന്മ പുണ്യത്തെക്കാളും മറ്റു ചില കാര്യങ്ങളാണ് കൂടുതൽ. അത് 5-ാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹങ്ങൾ, അതിലേക്കുള്ള ദൃഷ്ടി, 5-ാം ഭാവം ആരുടെ രാശിയാണ്, ആ രാശ്യാധിപൻ എവിടെ പോയിരിക്കുന്നു, ആരുടെ ദശ നടക്കുന്നു, ഇതിനൊക്കെ അനുസരിച്ചിട്ട് ഫലങ്ങൾ വ്യത്യാസപ്പെടും. പക്ഷെ പല കാര്യങ്ങളും ഈ സന്താനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ തന്നെ പാസ്റ്റ് ലൈഫിലെ പൂർവ്വജന്മ പുണ്യപാപങ്ങളുടെ ഒരു ഫലമാണ്.
നമ്മളിത് നേരത്തെ അഗ്രി ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സമ്മതിച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ള സന്താനം എന്നിലൂടെ ജനിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, ഞാനത് അനുഭവിച്ചോളാം. ഈ പ്രാരാബ്ധം അനുഭവിക്കാനാണ് നമ്മൾ വന്നത്. എവിടെ, ഏത് വീട്ടിൽ ജനിക്കണം, എങ്ങനെയുള്ള മക്കൾ വന്നു ചേരും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിനെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കുന്നു, എങ്ങനെ നേരിടുന്നു. അപ്പോൾ എല്ലാത്തിനും നമുക്ക് വേണ്ടത് ആ ഒരു ദൈവികമായിട്ടുള്ള അനുഗ്രഹമാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുലദൈവങ്ങളുടെ അനുഗ്രഹം എന്നത്. നിങ്ങളുടെ കുലദൈവങ്ങളെയാണ് ആദ്യം പ്രീതിപ്പെടുത്തേണ്ടത്. അവരുടെ ഒരു പ്രീതി ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് നല്ല സന്താനങ്ങൾ ലഭിക്കുക എന്നത് തന്നെ. അതുകൊണ്ട് ആ ഒരു സന്താന ലബ്ധിക്കൊക്കെ ആയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ആ കുലദൈവങ്ങളുടെ അനുഗ്രഹം തേടിയിരിക്കണം. അതായത് അവരുടെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ആ ഒരു വലുതായിട്ട് വരേണ്ടത് ചെറുതായിട്ടൊക്കെ വന്നിട്ട് പോയി തീരുന്നതാണ്. കുറേയൊക്കെ ദൈവിക അനുഗ്രഹം കൊണ്ട് നമുക്ക് പല കാര്യങ്ങളെയും നേരിടാൻ കഴിയുന്നതാണ്. കാലം മാറുന്നതിനനുസരിച്ചിട്ട് പല പ്രശ്നങ്ങളും സോൾവായി തീരുന്നതുമാണ്. അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സന്താനം ആരാണെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കർമ്മങ്ങൾ എന്നത് നമ്മുടെ കയ്യിലിരിക്കുന്നു. നമ്മൾ കാര്യങ്ങളെ എങ്ങനെ നോക്കി കാണണം എന്നത് നമ്മുടെ കയ്യിലിരിക്കുന്നു. അതിനാണ് ഈ ദൈവവിശ്വാസവും പൂജാപ്രാർത്ഥനകളും മന്ത്രജപങ്ങളും എല്ലാം നല്ലൊരു ഗുരു ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതും എല്ലാം പുണ്യം കൊണ്ടാണ്. ഇതൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ ആഗ്രഹങ്ങൾ എന്നത് നമ്മൾ അതിന് കുറച്ചൊരു നിയന്ത്രണം കൂടി വയ്ക്കണം. സന്താനമില്ലാത്തൊരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. സന്താനം അവർക്കില്ല, പക്ഷെ അവർ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ്. 10-20 വർഷമായിട്ടും ഇതിനായി ശ്രമിക്കുകയാണെന്ന് വിചാരിക്കുക. പല പ്രാർത്ഥനകളും പല ചികിത്സകളും എല്ലാം ചെയ്തു എന്ന് വിചാരിക്കുക. ഈ ഒരു ആഗ്രഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ 11ാം ഭാവത്തിനൊരു വലിയ സ്വാധീനമുണ്ട്. അപ്പോൾ ചിലപ്പോൾ ആൾക്കാരുടെ 11ാം ഭാവം കൂടി നമ്മൾ, അതായത് അവരാഗ്രഹം പറഞ്ഞിട്ട് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ, അതായത് എനിക്ക് ഇന്ന കാര്യം വേണമായിരുന്നു, എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്, അത് സന്താനമായിരിക്കാം, മറ്റെന്തെങ്കിലും കാര്യമായിരിക്കാം. അപ്പോൾ അവരോട് പലരോടും നമ്മൾ പറഞ്ഞ് അയക്കുന്നത് ഇങ്ങനൊരു ആഗ്രഹം മനസ്സിൽ നിന്ന് കളയോ, അത് വേണ്ട എന്നാണ്, അല്ലെങ്കിൽ ഈ സമയം ഇതിനായി തിരഞ്ഞെടുക്കേണ്ട എന്നാണ്. അതിന് കാരണം എന്നത് നമ്മുടെ 11ാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹത്തിന് പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കി തരാനുള്ള ഒരു കഴിവുണ്ട്, ബലമുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ വ്യത്യാസമുണ്ട്, ഇതിൽ വേരിയേഷൻ ഉണ്ട്. പക്ഷെ ഒരു ജനറലായിട്ട് പറയുകയാണെങ്കിൽ, ഒരു എന്താ പറയുക, ബേസിക് ആയിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ, ഈ 11ാം ഭാവം അതിലിരിക്കുന്ന ഗ്രഹത്തിന് അത് നമുക്ക് ഇച്ഛാപൂർത്തി കൊണ്ടുതരാനുള്ള കഴിവുണ്ട്. 5ാം ഭാവാധിപനാണ് 11ാം ഭാവത്തിലിരിക്കുന്നതെന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് തുലാം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവാധിപൻ ശനിയാണ്. കോറൂളർ, ഈ കുംഭത്തിൻ്റെ കോറൂളർ രാഹു കൂടിയാണ്. അപ്പം ഇവരൊക്കെ 11ാം ഭാവമായിട്ടുള്ള ചിങ്ങത്തിലിരിക്കുകയാണെന്ന് വിചാരിക്കാം. ശനിയെയും രാഹുവിനെയും സംബന്ധിച്ചിടത്തോളം ചിങ്ങം അത്ര നല്ല രാശിയല്ല, രാജാവിൻ്റെ രാശിയാണ്. അതുപോലെ നിങ്ങളുടെ കർമ്മം, മറ്റൊന്ന് ധാർമ്മികതയുടെ രാശിയിലാണ് ഈ 5ാം ഭാവാധിപൻ ഇരിക്കുന്നത്. ധാർമ്മികതയാണ് സൂര്യൻ എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ യാതൊരു കർമ്മവും നീതിക്ക് നിരക്കാത്ത കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് വിചാരിക്കുക. അഴിമതി വാങ്ങുക, നിങ്ങളുടെ അധികാരം, സൂര്യൻ്റെ രാശിയാണ് 11ാം ഭാവം അവിടെ തുലാം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളുടെ അധികാരം നിങ്ങൾ ദുർവിനിയോഗം ചെയ്യുന്നു. ശനിയും രാഹുവും ഒക്കെ അവിടെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾ പാവപ്പെട്ടവരെ അടിച്ചമർത്തുന്ന ഒരു വ്യക്തിയാണ്. പലതരത്തിലും നിങ്ങൾ ദോഷങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷെ നിങ്ങൾക്ക് സന്താനം ഇല്ല എന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഡീപ്പ് ഡിസയറാണ്, നിങ്ങൾ വലിയ ഭക്തനുമാണെന്ന് വിചാരിക്കുക. കുറേയൊക്കെ നിങ്ങളുടെ ആചാര്യന്മാരെ അനുസരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ ഈ ആചാര്യം പറയുന്നത് പ്രകാരം പല പരിഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് ഒരുപാട് വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ല. ഇരിക്കുന്നത് ആരാണ് അവിടെ? രാഹുവും ശനിയുമാണ്. തീർച്ചയായിട്ടും ഇവർക്ക് നിങ്ങളുടെ ആഗ്രഹപൂർത്തി നടത്തിത്തരാനുള്ള ഒരു ബലമുണ്ട്, ഒരു കഴിവുണ്ട്. ദശകൾ വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ രാഹുവിൻ്റെ മഹാദശ വരികയാണെന്ന് വിചാരിക്കാം. തീർച്ചയായിട്ടും ഇത് കുംഭത്തിൻ്റെ കോറൂളറാണ്. 11ാം ഭാവം രാഹുവിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഭാവമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സന്താനം ഈ രാഹു മഹാദശ കാലത്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും കൊണ്ടു തരുന്നതായിരിക്കും. പക്ഷെ അത് എങ്ങനെയുള്ള സന്താനമാണ്? ഈ 5ാം ഭാവാധിപനായിട്ടുള്ള ശനി അവിടെ ഇരിക്കുമ്പോൾ, കോറൂളറായിട്ടുള്ള കുംഭത്തിൻ്റെ കോറൂളറായിട്ടുള്ള രാഹു അവിടെ ഇരിക്കുമ്പോൾ, സന്താനം നിങ്ങളുടെ ഇച്ഛ പ്രകാരം ലഭിച്ചതായിരിക്കും. പാസ്റ്റ് ലൈഫിൽ എന്ത് കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തു വന്നിരുന്നു, മാത്രമല്ല നിങ്ങളുടെ ഈ ജന്മത്തിലെ കർമ്മങ്ങളും ഇതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയുള്ള സന്താനമായിരിക്കും അവിടെ ലഭിക്കുന്നത്. സന്താനലബ്ധി ഉണ്ടായോ? ഉണ്ടായിരിക്കുന്നു. എങ്ങനെയുള്ള സന്താനമാണ്? അസുഖങ്ങളുള്ള വ്യക്തിയായിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ബുധനുമായി ദൃഷ്ടിയോ അല്ലെങ്കിൽ ബുധൻ ജ്ഞാതികാരകനോ ഒക്കെ ആണെങ്കിൽ, ബുധൻ 6ാം ഭാവാധിപനോ 6ാം ഭാവവുമായിട്ടോ സംബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള പ്രശ്നം, നെർവസ് സിസ്റ്റം സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഓട്ടിസം സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം,
അല്ലെങ്കിൽ കാലുകളെ സംബന്ധിച്ചിട്ടുള്ള ശനി കാലിനെ കൂടി സൂചിപ്പിക്കുന്നു. ഇത് വളരെ ചെറിയൊരു ഉദാഹരണമാണ്. പല ജാതകങ്ങളിൽ നോക്കുമ്പോൾ നിങ്ങളുടെ, അതായത് ഇവിടെ നിങ്ങൾ ഏത് നക്ഷത്രത്തിൽ ജനിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ രാഹു മഹാദശ പല നക്ഷത്രക്കാർക്കും കിട്ടുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ ഏത് നക്ഷത്രത്തിൽ ജനിച്ചു എന്നത്, അതായത് ഏത് രാശിയിലാണ് നിങ്ങളുടെ ചന്ദ്രൻ ഇരിക്കുന്നത് എന്നതിനനുസരിച്ചിട്ട് കൂടിയാണ് ഫലം. ഇത് ഞാൻ വെറുതെ തുലാം ലഗ്നം മാത്രം എടുത്തിട്ട് ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പിന്നീട് മുഴുവൻ നിങ്ങളുടെ ഇച്ഛാപൂർത്തി ഉണ്ടായിരിക്കുന്നു. പക്ഷെ നിങ്ങളുടെ ആ ഒരു ജീവിതം മുഴുവൻ ദുഃഖം തരാൻ, ശനിക്ക് ദുഃഖം തരാൻ കഴിയുന്നതാണ്. ശത്രുരാശിയിലാണ് ഇരിക്കുന്നത്. മുഴുവൻ ദുഃഖം തരാനായിട്ട് ഈ ഒരു സന്താനം മതി. ഇതൊന്നുമല്ല ആരോഗ്യമുള്ള സന്താനമാണെങ്കിലും ശനിയും രാഹുവും അഡിക്ഷൻ ഉണ്ടാക്കി തരുന്നതാണ്. വലുതായിട്ട് അഡിക്ഷൻ കൊണ്ട് നടക്കുന്ന ഒരു സന്താനമായിരിക്കാം. നിങ്ങളെ നശിപ്പിക്കാൻ മാത്രം അഡിക്ഷനുള്ള ഒരു സന്താനമായിരിക്കാം. അപ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ പറയുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. അതുകൊണ്ട് പലരോടും നമ്മൾ മടക്കി അയക്കാറുണ്ട്, ഈ ആഗ്രഹം വേണ്ട, അത് ഒഴിവാക്കൂ. കാരണം അത് ലോങ് ടേമിൽ നിങ്ങൾക്കത് പ്രശ്നം ഉണ്ടാക്കി തരും. അതുപോലെ തന്നെയാണ് ജോലിയും. നല്ല ഓഫറാണ്, നല്ല അവസരങ്ങളാണ്, പക്ഷെ അത് പിന്നീടുള്ള സമയങ്ങളിലേക്ക് നല്ലതായിരിക്കില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മളുടെ കർമ്മഫലം പല തരത്തിൽ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കും. അപ്പോൾ നമ്മുടെ സന്താനങ്ങൾ എന്നത് നമ്മുടെ ഒരു പാസ്റ്റ് ലൈഫിലെ പുണ്യപാപങ്ങളുടെ ഒരു മിക്സ്ചറാണ്. അതുകൊണ്ട് പല കാര്യങ്ങളും അവരോട് നമ്മൾ ഉപദേശിക്കുമ്പോഴും അവർ ചില കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുമ്പോഴും നമ്മൾ ഒരു മിനിറ്റ് ചിന്തിക്കേണ്ടതാണ്. എന്തുകൊണ്ട് ഈ സന്താനം ഈ സന്താനത്തിൻ്റെ വായിലൂടെ ഇത് കേൾക്കേണ്ടി വന്നു, എനിക്ക് എന്ത് പ്രാരാബ്ധമായിരിക്കും, അത് എന്ത് കർമ്മമായിരിക്കും ഞാൻ ഏതോ ജന്മത്തിൽ ചെയ്തിട്ടുണ്ടാവുക. തുലാം ലഗ്നക്കാരെ, തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവാധിപൻ ശനിയാണ്. രാഹു കോറൂളറാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പുണ്യം, അത്രയ്ക്കും പുണ്യത്തിൻ്റെ ബാലൻസ് നല്ലതാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു സന്താനം ഉണ്ടാവുകയുള്ളൂ. പ്രത്യേകിച്ച് നല്ല സന്താനമുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം, ആരോഗ്യ പ്രശ്നം, അല്ലെങ്കിൽ എന്തെങ്കിലും കരിയർ ഇഷ്യൂ, അല്ലെങ്കിൽ അവരുടെ മാരീഡ് ലൈഫിൽ ഇഷ്യൂ, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഇത് കൊണ്ടുതരാൻ സാധ്യതയുണ്ട്. പൊതുവെ നല്ല സന്താനങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഈ 5ാം ഭാവം നല്ലതായിരിക്കണം. ഇത് തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഗോചര ഫലത്തെ പറ്റി പറയുമ്പോൾ പറഞ്ഞത്. വൃശ്ചികം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 5ാം ഭാവാധിപൻ വ്യാഴമാണ്. നിങ്ങളുടെ വൃശ്ചികം രാശി, വൃശ്ചികം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനമുള്ള, ഒരുപക്ഷെ നിങ്ങളെക്കാൾ, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ജ്ഞാനമുള്ള ഒരു സന്താനമായിരിക്കാം വന്നത്. നല്ല കാര്യമാണ്, നിങ്ങളുടെ പൂർവ്വജന്മ പുണ്യം കൊണ്ടാണ്. പക്ഷെ നിങ്ങളുമായിട്ട് എത്രമാത്രം ഇമോഷണൽ കണക്ഷൻ ആ സന്താനത്തിനുണ്ടാകുമെന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. ഇങ്ങനെ പലതരത്തിലും ഓരോ ലഗ്നത്തിൽ വരുമ്പോഴും ഇത് ഇങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇത് തന്നെയാണ്, അതാണ് നമ്മൾ കർമ്മം, ഈ ജന്മത്തിൽ നമ്മുടെ കർമ്മങ്ങൾ നന്നായിരിക്കണം എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു അടിസ്ഥാനം ഇതാണ്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, മകരം ലഗ്നം, മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 6ാം ഭാവാധിപൻ ആരാണ്? ബുധനാണ്. അവരുടെ 9ാം ഭാവാധിപൻ ആരാണ്? ബുധനാണ്. അതായത് മിഥുനം, കന്നി, ഈ 2 രാശികളാണ് അവരുടെ 6ഉം 9ഉം ഭാവം. ബുധൻ എന്നത് ഒരു രാജകുമാരൻ, ബുദ്ധിയുടെ, വിദ്യയുടെ കാരകഗ്രഹം, ബിസിനസ്സിൻ്റെ കാരകഗ്രഹം. അതുപോലെ കലയെപ്പറ്റി ചിന്തിക്കുമ്പോഴും, നമ്മൾ ദേവിയെപ്പറ്റി ചിന്തിക്കുമ്പോഴും ഈ ബുധൻ, അതായത് ഗണപതിയെ പറ്റിയാണെങ്കിലും ആ ഒരു വാണി, വാക്സിദ്ധി, നല്ല ജ്യോതിഷ പണ്ഡിതന്മാരുടെ ജാതകത്തിലും നല്ലൊരു ബുധനെ കാണാം. അവരുടെ സംസാരം പ്രഭാവശാലികളായിട്ടുള്ള വ്യക്തിത്വമുള്ളവരായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കൂ, ഡെയിലി റുട്ടീനാണ് നമ്മുടെ പല നമ്മുടെ കർമ്മങ്ങളും. നമ്മൾ ജോലിക്ക് പോവുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡെയിലി റുട്ടീനാണ്. നിങ്ങൾ 9 മണിക്ക് ഓഫീസിലേക്ക് ഇറങ്ങുന്നു, 10 മണി മുതൽ 5 മണി വരെ നിങ്ങളുടെ ജോലിയാണെന്ന് വിചാരിക്കുന്നു. അതായത് നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ പ്രധാനപ്പെട്ട ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നത്, കർമ്മം എന്നത് എന്താണ്? 6ാം ഭാവമാണ്. ആ 6ാം ഭാവത്തിൻ്റെ അധിപനാണ് ബുധൻ. അപ്പോൾ നിങ്ങളുടെ 6ാം ഭാവം ആയിട്ട് വന്നിരിക്കുന്നത് മിഥുനമാണ്. മിഥുനം വളരെയധികം സ്കിൽഫുള്ളായിട്ടുള്ളൊരു രാശിയാണ്, കഴിവുകളുള്ള ഒരു രാശിയാണ്. അതായത് ബിൽട്ടിൻ ആയിട്ടുള്ള കഴിവുകളാണ്, ഒരുപാട് ചിന്താശക്തിയാണ്, കഴിവുകളാണ്, മൾട്ടിപ്പിൾ കഴിവുകളാണ്. ഇവിടെയാണ് സെയിൽസ്, മാർക്കറ്റിംഗ്. അവരുടെ സംസാരം കേട്ടാൽ മനസ്സിലാവില്ലേ? മിഥുനം ലഗ്നക്കാരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും മാർക്കറ്റിങ്ങിലൊക്കെ ഉള്ളവർ അവരുടെ കാര്യം സാധിച്ചെടുക്കും. നമ്മളെ കൊണ്ട് അവരുടെ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കുക. ബാങ്കിലൊക്കെ പോയാലും അപ്പോൾ ബുധൻ ഈ ബാങ്കിങ്ങുമായിട്ടും റിലേഷനുണ്ട്, അക്കൗണ്ട്സുമായിട്ട് പ്രത്യേകിച്ച്. CA, അക്കൗണ്ടൻറ്റ്. അപ്പോൾ മകരം ലഗ്നക്കാരെ, മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 6ാം ഭാവം ബുധനായതുകൊണ്ട്, കഴിവുകളുടെ സ്കിൽസിൻ്റെ രാശി ആയതുകൊണ്ട് ഇഷ്ടംപോലെ നൃത്ത അധ്യാപകർ, അതുപോലെ കല പഠിപ്പിക്കുന്നവർ, അതുപോലെ കഴിവുള്ളവർ,
ബുധൻ അധ്യാപകൻ കൂടിയാണ് അധ്യാപകർ. അതായത് നമ്മുടെ വാണി കൊണ്ട് എഴുത്തുകൊണ്ട്, നാച്ചുറൽ സോഡിയാക്കിലെ 3-ാം ഭാവമാണ് മിഥുനം. അപ്പോൾ എഴുത്തുകൊണ്ട്, വാക്കുകൾ കൊണ്ട്, പ്രസംഗിച്ചിട്ട്, പാട്ടുപാടിയിട്ട്, അതായത് മറ്റുള്ളവരെ എൻ്റർടൈൻ ചെയ്യിക്കാനും മറ്റുള്ളവരെ ചിന്തിപ്പിക്കാനും പ്രേരിപ്പിക്കാൻ തരത്തിൽ കഴിവുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നല്ല അധ്യാപകരാണ്, നല്ല അക്കൗണ്ടൻസ് ആണ്, നല്ല രീതിയിൽ ബാങ്കിങ് സെക്ടറുകളിൽ പ്രവർത്തിക്കുന്നവരാണ്, ഓഫീസുകളിലും ആ ഒരു ഓഫീസ് കാര്യങ്ങൾ നന്നായി മാനേജ് ചെയ്യാൻ കഴിയുന്നവരാണ്. ഇതാണ് ഇവരുടെ 6-ാം ഭാവമായിട്ടുള്ള ഈ ബുധനെ പറ്റി പറയാനുള്ളത്. ഇവരുടെ 9-ാം ഭാവം എന്നത് ഈ ബുധൻ്റെ രാശി തന്നെയായ കന്നിയാണ്. കന്നി നാച്ചുറൽ സോഡിയാക്കിലെ 6-ാം ഭാവമാണ്. അപ്പോഴും നോക്കൂ, അവിടെ ഈ ഒരു 6-ാം ഭാവം എന്ന കാര്യത്തിന് ആ പ്രാരാബ്ധത്തിൻ്റെ രാശി ബുധൻ്റെതായതുകൊണ്ട്, നാച്ചുറൽ സോഡിയാക്കിലെ പ്രാരാബ്ധത്തിൻ്റെ രാശിയുടെ അധിപൻ ബുധനായതുകൊണ്ടും ഇവരുടെ 6-ാം ഭാവത്തിൻ്റെ അധിപൻ ബുധനായതുകൊണ്ടും ഈ ബുധൻ ഇവരുടെ പ്രാരാബ്ധവുമായിട്ട് വലിയൊരു ബന്ധമാണുള്ളത്. മകരം ലഗ്നം, മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അതായത് ബുധൻ എന്ന് പറയുമ്പോൾ കാരണവരായി നമ്മുടെ കുട്ടികൾ, നാത്തൂന്മാർ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, മാതൃവീട്ടുകാർ, നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം, വിദ്യ, അധ്യാപനം, കല, ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്ന കഴിവുകൾ, ഇപ്പോൾ അഭ്യസിച്ചെടുത്ത കഴിവുകളെക്കാളും നമ്മൾ കൊണ്ടുവന്ന കഴിവുകൾ, അതായത് നിങ്ങൾ ജനിക്കുമ്പോഴേ നിങ്ങൾ പാട്ടുകാരനായിരുന്നു, അതുപോലെ ജനിക്കുമ്പോഴേ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ അറിയാമായിരുന്നു, അതായത് കുറ്റം കണ്ടുപിടിക്കാൻ അറിയാം. കന്നിയുടെ പ്രത്യേകത അതാണ്. കുറ്റം കണ്ടുപിടിക്കുക, തെറ്റ് കണ്ടുപിടിക്കുക, വിമർശകർ, നിരൂപണം ചെയ്യുന്നവർ, അതുപോലെ അക്കൗണ്ട്സിലെ തെറ്റുകൾ കണ്ടുപിടിക്കുന്നവർ, CA, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ഇങ്ങനെയുള്ള ആൾക്കാർ. അതുകൊണ്ട് തന്നെ ഇവർ നല്ല ഡോക്ടേഴ്സും ആദ്യത്തിനെ കീറി മുറിച്ചിട്ട് അതിൻ്റെ അപാകതകൾ കണ്ടുപിടിക്കാനും നേരെയാക്കാനും ഒക്കെ നല്ലൊരു 6-ാം ഭാവം വേണം. നല്ലൊരു 6-ാം ഭാവം എന്നത് ഹീലിംഗ് മാത്രമല്ല, ഇത്തരം തെറ്റുകൾ തിരുത്തി കൊടുക്കുന്നത്. അധ്യാപകരുടെ പ്രധാന പണി എന്താണ്? കുട്ടികളുടെ തെറ്റുകൾ തിരുത്തിയിട്ട് നേർവഴി കാണിക്കുന്നത്. അപ്പോൾ മകരം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 10-ാം ഭാവം എന്നത് ശുക്രൻ്റെ രാശിയാണ്, തുലാം രാശിയാണ്. മകരം ലഗ്നം, മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡെയിലി റുട്ടീൻ എന്നത് ഈ ബുധനുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ഒരുപാട് പ്രാരാബ്ധം അവർ ക്യാരി ചെയ്യുന്നുണ്ട്. ഈ ബുധൻ്റെ കാരകത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇത് ഞാൻ പറയുമ്പോൾ ജാതകത്തിൽ നിങ്ങളുടെ എവിടെയും ഒരു ഗ്രഹവും സങ്കല്പിക്കാതെ 6-ാം ഭാവത്തിൻ്റെ അധിപൻ ബുധൻ, 9-ാം ഭാവത്തിൻ്റെ അധിപൻ ബുധൻ, 9-ാം ഭാവം എന്നത് കന്നിയാണ്, 6-ാം ഭാവം എന്നത് മിഥുനമാണ് എന്നെടുത്തിട്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഈ ഭാവങ്ങളിലൊന്നും ഒരു ഗ്രഹത്തിനെയും പ്രതിഷ്ഠിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രഹത്തിൻ്റെയും ദൃഷ്ടി പരിഗണിക്കാതെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുമ്പോൾ, അയ്യോ ഞാൻ അക്കൗണ്ടൻ്റ് അല്ലല്ലോ, എനിക്ക് നൃത്തം അറിയില്ലല്ലോ, ജനിച്ച് വീണന്ന് തൊട്ടിട്ട് ഇതുവരെയും ഒരു കലയും എനിക്കില്ലല്ലോ, എനിക്ക് നന്നായി സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ, അങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വരികയാണെങ്കിൽ ഈ ഭാവങ്ങളിൽ ഏത് ഗ്രഹം ഇരിക്കുന്നു, ഈ ഒരു ബുധൻ ജാതകത്തിൽ അവസ്ഥ എന്താണ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആശ്രയിച്ചിരിക്കും. ജനറലി പറയുകയാണെങ്കിൽ മകരം ലഗ്നം എന്നത് ശനിയുടെ ലഗ്നമാണ്. മകരം രാശി എന്ന് പറയുന്നത് ശനിയുടെ രാശിയാണ്. കർമ്മത്തിൻ്റെ അധിപതിയായ, ന്യായാധീശനായ, മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന, നമ്മുടെ ജീവിതത്തിലെ പല ഇൻസൾട്ടും പല അപമാനങ്ങളും നമുക്ക് കൊണ്ടുതരുന്ന, പ്രത്യേകിച്ച് ചൊവ്വയുടെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രഹമാണ് ശനി. അതായത് നമുക്ക് ഇന്ന് വരുന്ന ഇൻസൾട്ട്, അപമാനങ്ങൾ, നമ്മുടെ മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ ചില ആൾക്കാർ ചോദ്യം ചെയ്തിട്ട് അവർ പോയി കഴിഞ്ഞ ശേഷം നമ്മളതിനൊരു വെല്ലുവിളിയായി എടുത്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്താണോ വെല്ലുവിളിച്ചിട്ട് അദ്ദേഹം പോയത് അതിനെ തിരുത്തിയിട്ട് നമ്മൾ ഒരു ലെവലിൽ ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ശനി തന്നെയാണ്. ആ വ്യക്തിയാണെന്ന് നമ്മൾ വിചാരിക്കും. അന്ന് എൻ്റെ പിതാവ് എന്നെ ഇൻസൾട്ട് ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ രീതിയിൽ എത്തിച്ചേർന്നതെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പിതാവ് അവിടെ ഒരു കാരണക്കാരൻ, നിങ്ങളുടെ പ്രാരാബ്ധം നടപ്പിലാക്കേണ്ട ഒരു കാരണക്കാരൻ മാത്രമായിരുന്നു പിതാവ്. ശനിയാണ് എല്ലാം നടപ്പിലാക്കിയത്. അതായത് നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഈ കാരകഗ്രഹം, അങ്ങനൊരു രാശി, അങ്ങനൊരു ലഗ്നമാണ് മകരം എന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, യഥാവിധി കർമ്മങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ മകരം ലഗ്നം, മകരം രാശിക്കാർ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിത്തീരുന്നതാണ്. ഇവിടെ നിങ്ങൾ ആ ഒരു ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് സംഘർഷങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ, നിങ്ങൾ മടി പിടിച്ച് ഇരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിജയവും അതുപോലെ ലേറ്റായിട്ടായിരിക്കും. ഇവിടെ ഈ ഒരു ലഗ്നം, ഈ മകര ലഗ്നം, മകരം രാശിയെപ്പറ്റി ഒരു ഉദാഹരണമായിട്ട് എടുത്തു പറയുകയാണ്. ഇവിടെ ഇതിന് ബലം തീരെയില്ല, പാപഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസ് കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കർമ്മങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതിൻ്റെ ഫലം അനുഭവിക്കുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് സംഘർഷങ്ങളും ഉണ്ടാകും. അതായത് പലതും ഒരു കാലഘട്ടം വരെ പരിഹരിക്കാൻ കഴിയാത്തതുമായിരിക്കും. ചിലർക്കത് റിലേഷൻഷിപ്പായിരിക്കാം, അമ്മയിൽ നിന്നുള്ള പ്രശ്നങ്ങളായിരിക്കാം,
എന്തെങ്കിലും തരത്തിൽ അമ്മയിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ വരിക, അല്ലെങ്കിൽ രോഗിയായ അമ്മ, രോഗിയായ ഭാര്യ, അതായത് നിങ്ങൾക്കൊരു മനസ്സമാധാനമില്ലാത്തൊരവസ്ഥ, അതല്ലെങ്കിൽ കർമ്മക്ഷേത്രത്തിലെ പ്രശ്നം, തൃപ്തിയില്ലാത്തൊരവസ്ഥ. അതുകൊണ്ട് തന്നെ മകരം ലഗ്നക്കാർ, മകരം രാശിക്കാർ എത്രമാത്രം മനസ്സിലാക്കുക, നമ്മുടേത് ശനിയുടെ ലഗ്നമാണ്, ശനിയുടെ രാശിയാണ്. എത്രമാത്രം നമ്മളെ ഒരു ലോ പ്രൊഫൈലിൽ കാണുന്നുവോ, നമ്മൾ നമ്മുടെ മനസ്സിൽ കണ്ടാൽ മതി, ആൾക്കാരുടെ മുന്നിൽ പറയണം എന്നില്ല. ആൾക്കാരുടെ മുന്നിൽ നിങ്ങളൊരു അധ്യാപകനാണ്, ഒരു കലാകാരനാണ്, ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഞാനൊന്നുമല്ല, എന്തെങ്കിലും ഞാനായിത്തീർന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഭഗവാന്റെ കൃപ കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ആയിത്തീർന്നത്. ഞാൻ വന്ന വഴികൾ ഞാൻ ഒരിക്കലും മറക്കില്ല. എനിക്ക് ലഭിച്ച വെല്ലുവിളികൾ, ആ വെല്ലുവിളികൾ ജീവിതത്തിൽ കൊണ്ടുതന്നവർ, അവരെ ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് മാത്രമല്ല, അവർ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു, ഒരുപാട് നന്മകൾ അവർക്ക്, ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ അവർക്ക് കൊടുക്കുന്നു. കാരണം ഇന്ന് ഞാൻ എന്തെങ്കിലും ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ ആ വെല്ലുവിളികൾ തന്ന ആ വ്യക്തിയിലൂടെയാണ് ഞാൻ ജീവിത വിജയം നേടിയെടുത്തത്. ഇത് തന്നെ ആയിരിക്കാം ചിലർക്ക് സാമ്പത്തിക പ്രശ്നം എന്നത്. കാരണം മകരത്തിൻ്റെ 2ാം ഭാവം എന്നത് ശനിയുടെയും രാഹുവിൻ്റെയും രാശിയായ കുംഭമാണ്. അപ്പോൾ ചിലപ്പോൾ ബാല്യകാലത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടാകാം, ഒരു പക്ഷേ കുടുംബത്തിലെ പ്രാരാബ്ധമായിരിക്കാം, സാമ്പത്തിക പ്രശ്നമായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നിങ്ങളൊരു ലെവലിൽ എത്തിക്കഴിയുമ്പോൾ അത് മറക്കരുത്. പ്രധാനപ്പെട്ട ശനി എപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? മറക്കാൻ പറ്റാത്ത പാഠങ്ങൾ. നിങ്ങൾ ഉയർച്ചയിലെത്തിയ ഓരോ വ്യക്തിയോടും, പ്രത്യേകിച്ച് മകരം ലഗ്നം, മകരം രാശിക്കാരനോട് ചോദിച്ചാൽ അറിയാം, ഉയർച്ചയിൽ വിജയത്തിൽ എത്തിയ ഓരോ വ്യക്തിയോടും, അല്ലെങ്കിൽ ഇന്ന് സമാധാനം അനുഭവിക്കുന്ന ഓരോ വ്യക്തിയോടും നിങ്ങൾ ചോദിച്ചാൽ അറിയാം, അവരുടെ ജീവിതത്തിൽ അവർ സംഘർഷങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ശനിയുടെ ലഗ്നമാണ് മകരം. മകരം എന്നത് എന്താണ്? ചൊവ്വ പാപഗ്രഹം ഉച്ചത്തിലാവുന്ന രാശിയാണ്. സൂര്യൻ ദിഗ്ബലം വരുന്ന രാശിയാണ്. വ്യാഴം ജ്ഞാനത്തിൻ്റെ കാരകൻ നീചസ്ഥനാവുന്ന രാശിയാണ്. അവരുടെ 12ാം ഭാവം ആരുടേതാണ്? വ്യാഴത്തിൻ്റെതാണ്. അപ്പോൾ സംഘർഷങ്ങളില്ലാത്തൊരു ജീവിതം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? അതുകൊണ്ട് തന്നെ മകരം ലഗ്നം, മകരം രാശിയൊക്കെ ആകുമ്പോൾ പ്രാക്ടിക്കാലിറ്റിയുടെ രാശിയാണ്, പ്രായോഗികതയുടെ രാശിയാണ്. ബുധൻ നിങ്ങളുടെ 9ാം ഭാവാധിപൻ, നിങ്ങളുടെ 6ാം ഭാവാധിപൻ ബുധനാകുമ്പോൾ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എല്ലാം ഒരു ദിവസം ഭഗവാൻ വന്ന് ശരിയാക്കി തരും. ഇതൊക്കെ എൻ്റെ സങ്കടങ്ങൾ ഞാൻ ആരോട് പറയാനാണ്? ഇത്തരം വികാരങ്ങൾക്ക് മകരത്തിൽ അടിസ്ഥാനമില്ല. ഉത്രാടം, തിരുവോണം, അവിട്ടം, ഈ നക്ഷത്രങ്ങളാണ് അവിടെ ഇരിക്കുന്നതും. ഇതൊക്കെ ആരുടെ നക്ഷത്രങ്ങളാണ്? സൂര്യൻ്റെ നക്ഷത്രമാണ് ഉത്രാടം. വളരെയധികം ധാർമ്മികതയുടെ, രാജകീയത്വത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ഉത്രാടം. പിന്നീട് വരുന്നത് പബ്ലിക്കിനെ സൂചിപ്പിക്കുന്ന, ഇമോഷൻസിനെ സൂചിപ്പിക്കുന്ന, അമ്മയെ സൂചിപ്പിക്കുന്ന ചന്ദ്രൻ്റെ നക്ഷത്രമാണ് തിരുവോണം. ചൊവ്വയുടെ ശൗര്യത്തെ സൂചിപ്പിക്കുന്ന, ധൈര്യത്തെ സൂചിപ്പിക്കുന്ന നക്ഷത്രമാണ് അവിട്ടം. ധനത്തെ സൂചിപ്പിക്കുന്ന, വാദ്യ ഉപകരണങ്ങളെ സൂചിപ്പിക്കുന്ന, കലയെ സൂചിപ്പിക്കുന്ന, ധനത്തെ സൂചിപ്പിക്കുന്ന നക്ഷത്രമാണ് അവിട്ടം. അപ്പം ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളുള്ള ഒരു രാശിയിൽ നിങ്ങൾ ജനിക്കുമ്പോൾ അതിനൊരു കാരണമുണ്ട്. അതുകൊണ്ട് കരയുന്നതിൽ അർത്ഥമില്ല. എനിക്ക് എന്തുകൊണ്ട് ഈ ദശ വന്നു? അതായത് മകരം രാശിയിൽ ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾ രാഹുമഹാദശയിൽ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, നേരിടണം വെല്ലുവിളികളെ. അതാണ് ശനിയുടെ പരീക്ഷണങ്ങൾ. പക്ഷേ ഇവിടെ ധാർമ്മികതയ്ക്ക്, ഭക്തിക്ക്, നിങ്ങളുടെ കർമ്മങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഡെയിലി അമ്പലത്തിൽ പോയില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ നിങ്ങളുടെ ആ ഒരു കർമ്മങ്ങൾ എന്നത് നിങ്ങൾ യഥാവിധി ചെയ്താൽ തന്നെ അത് നിങ്ങളുടെ പൂജയായിട്ട് മാറും. അതായത് നിങ്ങളൊരു സ്ത്രീയാണ്, നിങ്ങൾക്ക് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ, കുട്ടികൾ, അമ്മയുടെ ഉത്തരവാദിത്തം, അങ്ങനെ പല കാര്യങ്ങളുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് രാവിലെ അമ്പലത്തിൽ പോകാനും ഇരുന്ന് പ്രാർത്ഥിക്കാനും ഒന്നിനും സമയമില്ല. നിങ്ങൾ എത്തുന്നത് തന്നെ രാത്രി 10 മണിക്കാണെന്ന് വിചാരിക്കുക. അതായത് ഇങ്ങനെയുള്ള റുട്ടീനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് ലഭിച്ച ആ കർമ്മങ്ങൾ വളരെയധികം ഭക്തിയോടുകൂടി, ഡെഡിക്കേഷനോട് ചെയ്യുക. അത് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഭഗവത് സ്മരണ ഉണ്ടാവുക. സദാസമയവും മറ്റ് ഫ്രീ ടൈമുകളിൽ നിങ്ങൾ നാമജപം ചെയ്യുക. ഇരുന്ന് നിങ്ങൾക്ക് ജപിക്കാൻ സമയമില്ലെങ്കിൽ അതായത് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സിലങ്ങനെ ഭഗവാന്റെ ചിന്തകൾ, പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ പല ചിത്രങ്ങൾ, പല സങ്കല്പങ്ങൾ വരുന്നുണ്ട്. പലതരം സങ്കല്പങ്ങളുണ്ട്. അതിനു പകരം ആ സങ്കല്പങ്ങളിലേക്ക് ഭഗവാനെ കൊണ്ടുവരിക. ഇത് തന്നെ നിങ്ങളുടെ പൂജയായി. അപ്പോൾ കർമ്മം ചെയ്യുക, ഭഗവാന് സമർപ്പിക്കുക എന്ന് പറയുന്നില്ലേ? നിങ്ങൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും, ആ കർമ്മം ചെയ്യാൻ എനിക്ക് അവസരം തന്നല്ലോ. ചിലർക്ക് ഈ അവസരവും കിട്ടുന്നില്ല. ചിലരുടെയൊക്കെ ജാതകത്തിൽ പിതാവിനെ സേവിച്ചാൽ ഒരുപാട് ഉയർച്ചയാണ്. പക്ഷെ അവർ പിതാവിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് താമസിക്കുന്നത്. അവർക്ക് പണം അയച്ചു കൊടുക്കാനല്ലാതെ പിതാവിനെ നേരിട്ട് സഹായിക്കാനുള്ള ഒരു അവസരമേ ലഭിക്കുന്നില്ല, ഇഷ്ടമുണ്ടെങ്കിൽ പോലും.
അപ്പോൾ നിങ്ങൾക്ക് ചില അവസരങ്ങൾ ഭഗവാൻ തരുമ്പോൾ അതിന് നന്ദി പറയുക. എൻ്റെ പ്രാരാബ്ധം മുഴുമിപ്പിക്കാനായിട്ട് എനിക്കൊരു അവസരം തന്നുവല്ലോ, അതിന് നന്ദി പറയുക. ജീവിതത്തിൽ എത്രമാത്രം നമ്മൾ നന്ദി പറയുന്നുവോ അത്രയും ഉയർച്ചയാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെയുള്ള വീഡിയോയിലും പറഞ്ഞിരുന്നു, ഇവിടെ നമ്മൾ കൂർമാവതാരമായിട്ട് നമ്മളെ സങ്കല്പിക്കുക. ഭഗവാന്റെ കൂർമാവതാരം, അതായത് സമുദ്രമന്ഥന സമയത്ത് എല്ലാ ഭാരവും ചുമന്നത് ഭഗവാന്റെ കൂർമാവതാരമാണ്. പക്ഷെ നമ്മൾ ആ കൂർമാവതാരത്തിന് അങ്ങനെ ഒരു ക്രെഡിറ്റ് കൊടുക്കാറില്ല. നമ്മൾ പല കഥകളും പറയാറുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, അവിടെ നിന്ന് രാഹുകേതുക്കൾ ഉണ്ടായത്, പല കാര്യങ്ങളും, ദേവാസുരന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, എന്താ പറയുക, വിഷം വന്നത്, ഭഗവാൻ ശിവന്റെ കഥ, അമൃത് ലഭിച്ചത്, അതുപോലെ സമുദ്രമന്ഥന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ പുറത്തേക്ക് വന്നു, അതിനോടനുബന്ധിച്ചിട്ടുള്ള കഥകൾ, പിന്നെ രാഹുകേതുക്കൾ ഉണ്ടായത്, നമ്മുടെ അയ്യപ്പൻ്റെ കഥകൾ, പലതും നമുക്കറിയാം. പക്ഷേ കൂർമ്മ അവതാരത്തെ ആരും പ്രകീർത്തിക്കാറില്ല. അതുകൊണ്ട് ഈ ഒരു ജന്മത്തെ നമ്മൾ അങ്ങനെ കാണുക, ഇത് ഭാരം ചുമക്കാനായിട്ടുള്ളൊരു ജന്മമാണ്. അപ്പോൾ നിങ്ങളുടെ 9ാം ഭാവം ബുധൻ്റെ രാശി ആയതുകൊണ്ട് കന്നിയാണ് അവിടെ. കന്നി എന്നത് പ്രാരാബ്ധത്തിൻ്റെ രാശിയാണ്. നിങ്ങളുടെ പ്രാരാബ്ധങ്ങൾ നിങ്ങൾ ചെയ്ത് തീർക്കുന്നതിനനുസരിച്ച് ഭാഗ്യോന്നതി ഉണ്ടാകും. പിന്നെ അവിടെ ഇരിക്കുന്ന ഗ്രഹങ്ങൾ, ഓരോരുത്തരുടെയും ജാതകം വ്യത്യാസമാണ്. പക്ഷെ അവിടെ ഇരിക്കുന്ന ഗ്രഹങ്ങൾ, ആ ഗ്രഹം ഏത് നക്ഷത്രത്തിലിരിക്കുന്നു, ആ ഗ്രഹത്തിന് മേലുള്ള ദൃഷ്ടി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ദശാകാലമാണ് മൊത്തത്തിൽ നിങ്ങളുടെ ഒരു ലൈഫ് പാത്ത്, നിങ്ങളുടെ ഒരു ജീവിതത്തെ നിശ്ചയിക്കുന്നത്. പക്ഷെ ജനറലി പറയുകയാണെങ്കിൽ മകരം ലഗ്നക്കാരുടെ 9ാം ഭാവം ഭാഗ്യസ്ഥാനം എന്നത് പ്രാരാബ്ധത്തിൻ്റെ രാശിയായ കന്നിയാണ്. അവിടെ സ്കില്ലിനെ, അവിടെ കഴിവിനെ സൂചിപ്പിക്കുന്ന, ബിസിനസ്സിനെ സൂചിപ്പിക്കുന്ന, കണക്ക് കൂട്ടലുകളെ സൂചിപ്പിക്കുന്ന, കമ്മ്യൂണിക്കേഷനെ, വിദ്യയെ സൂചിപ്പിക്കുന്ന ബുധനാണ് അതിൻ്റെ അധിപനം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാരാബ്ധം എന്നത് നിങ്ങളുടെ സഹോദരങ്ങളെ സേവിക്കാനായിട്ടുള്ള പ്രാരാബ്ധം വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ സഹോദരി സഹോദരന്മാർ, കാരണം കന്നി എന്നത് 6ാം ഭാവം എന്ന് പറയുമ്പോൾ, അതായത് നാച്ചുറൽ സോഡിയാക്കിലെ 6ാം ഭാവം എന്ന് പറയുമ്പോൾ രോഗം, ശത്രു, കടം എന്നൊരു ഭാവമാണ്. ഡെയിലി റുട്ടീൻസിൻ്റെ ഭാവമാണ്. കലഹങ്ങളുടെ ഒരു ഭാവമാണ് ഈ കന്നി. പ്രാരാബ്ധത്തിൻ്റെ രാശിയാണ്. ആ രാശി നിങ്ങളുടെ ഭാവമായിട്ട് വരണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പാസ്റ്റ് ലൈഫ് കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകണം. അപ്പോൾ ഇങ്ങനൊരു രാശി വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ, ഒന്നുകൂടി പറയുകയാണ്, അവിടെ ഏത് ഗ്രഹം ഇരിക്കുന്നു, ഏത് ഗ്രഹത്തിൻ്റെ ദൃഷ്ടി വരുന്നു എന്നതിനനുസരിച്ചിട്ട് വ്യത്യാസം വരും. പക്ഷെ ജനറലി നിങ്ങൾ കലഹം പരിഹരിക്കുന്ന ആളാവാനും സാധ്യതയുണ്ട്, നിങ്ങൾ കലഹത്തിൽ പെടുന്ന ആളാവാനും സാധ്യതയുണ്ട്, നിങ്ങൾ ആരോപണങ്ങൾ കേൾക്കുന്ന ആളാവാനും സാധ്യതയുണ്ട്, നിങ്ങൾ കേസുകൾ പരിഹരിച്ചു കൊടുക്കുന്ന ആളാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു അഡ്വക്കേറ്റ് ഒക്കെ ആവാനും സാധ്യതയുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും കന്നിയെപ്പറ്റി പറയുകയാണെങ്കിൽ, നിങ്ങളുടെ സഹോദരങ്ങൾ ഒരു പക്ഷേ നിങ്ങളെ, എന്താ പറയുക, നിങ്ങൾ വർഷങ്ങൾ കൊണ്ട് ചെയ്തു കൊടുത്ത നന്മകളെല്ലാം മറന്നിട്ട് നിങ്ങളെ ഒരുപക്ഷെ കുറ്റപ്പെടുത്തിയേക്കാം. നീ എനിക്ക് വേണ്ടി എന്തു ചെയ്തു, അല്ലെങ്കിൽ പ്രോപ്പർട്ടിയെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ജോലി സ്ഥലത്ത് ഒരു ദിവസം മേലധികാരി നമ്മളോട് പറയും, നീ എനിക്ക് വേണ്ടി എന്തു ചെയ്തു എന്നു. അതായത് ഞാൻ നിനക്ക് സാലറി തന്നുകൊണ്ടിരുന്നു, ഈ കമ്പനിക്ക് വേണ്ടി നീ എന്തു ചെയ്തു. അതായത് ഈ പ്രാരാബ്ധത്തിൻ്റെ രാശിയാണ്. നമ്മൾ അവിടെ നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിക്കുമെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ കന്നി എവിടെ വരുന്നു അവിടെ നമുക്ക് പ്രാരാബ്ധമുണ്ട് നാച്ചുറലി. അപ്പോൾ ഇവിടെ മകരം ലഗ്നം ശനിയുടെ രാശിക്കാരായതുകൊണ്ട് ഇവിടെ ഇങ്ങനെയുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷെ നിങ്ങളുടെ പുണ്യത്തിനനുസരിച്ചിട്ട് 9ാം ഭാവമായതുകൊണ്ട് അവിടെ ഏത് ഗ്രഹം ഇരിക്കുന്നു, വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ടോ, മറ്റ് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടോ, ബുധൻ എവിടെ ഇരിക്കുന്നു, കാരകത്വം എന്താണ് ജാതകത്തിൽ, ഇതിനനുസരിച്ചിട്ട് വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ മകരം രാശിക്കാരിൽ ചിലർ വളരെയധികം പ്രശസ്തി നേടുന്നവരായിട്ട് കാണാറില്ലേ. അവർ കാലം കഴിയുന്തോറും അവർക്ക് പ്രശസ്തി കൂടിക്കൊണ്ട് വരുന്നതായിട്ട് കാണാം. അത് കലാരംഗത്തായിരിക്കാം, രാഷ്ട്രീയ രംഗത്തായിരിക്കാം, മാനേജീരിയൽ പോസ്റ്റുകളിലായിരിക്കാം. റിട്ടയേർഡ് ലൈഫിന് ശേഷവും അവർ പ്രശസ്തി നേടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. അതായത് പ്രാരാബ്ധം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ വയസ്സല്ല നമ്മുടെ ഭാഗ്യം നിശ്ചയിക്കുന്നത്, നമ്മുടെ കർമ്മങ്ങളാണ്. പ്രത്യേകിച്ച് മകരം ലഗ്നം, മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കർമ്മവുമായി ബന്ധപ്പെട്ടത് ഞാൻ പ്രധാനമായിട്ടും മകരം കർമ്മത്തിൻ്റെ രാശിയായതുകൊണ്ട് ഞാൻ മകരത്തെ എടുത്തിട്ട് ചില ഉദാഹരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഓർക്കുക, ഇവിടെ ഒരു ഉദാഹരണം എടുക്കുമ്പോൾ അത് നമ്മുടെ ജാതകത്തിൽ ഒരു ഗ്രഹവും ഇല്ല എന്ന് സങ്കല്പിച്ചിട്ട് സ്വാഭാവികമായിട്ടുള്ള ആ ഒരു രാശ്യാധിപൻ, ഇന്ന രാശി, ആ രാശിയുടെ അധിപൻ, ഇന്ന രാശി ഇന്ന ഭാവമായിട്ട് വരും, അതിൻ്റെ അധിപൻ എന്ന ഒരു കോൺസെപ്റ്റ് മാത്രം എടുത്തിട്ടാണ് പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ ദശാകാലങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ്. അതായത് നിങ്ങൾ മകരം ലഗ്നത്തിൽ, അതായത് നിങ്ങൾ മകരം രാശിയിൽ ഉത്രാടം നക്ഷത്രത്തിൽ രാഹു മഹാദശയിൽ അനുഭവിക്കുന്നതും നിങ്ങളുടെ വ്യാഴത്തിൻ്റെ മഹാദശയിൽ അനുഭവിക്കുന്നതും
വ്യത്യസ്ത കർമ്മഫലങ്ങളാണ്. അതായത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനം അങ്ങനെ സ്ഥിരമായിട്ട് ഒരേ തരം ഭാഗ്യം മാത്രമല്ല നിങ്ങൾക്ക് കൊണ്ടുത്തരുന്നത്. ദശാകാലങ്ങൾക്കനുസരിച്ചിട്ട് അതിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണല്ലോ ചില സമയങ്ങളിൽ നമ്മൾ വിദേശത്തെത്തിപ്പെടുന്നത്, ചില സമയങ്ങളിൽ നമുക്ക് അസുഖം വരുന്നത്, ചില കാര്യങ്ങൾ നമ്മുടെ തലയിൽ വന്ന് പെടുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ചില കാര്യങ്ങൾ അങ്ങനെ വന്ന് പെട്ടുപോകുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ദശാകാലങ്ങൾക്കും മറ്റ് ഗ്രഹങ്ങളുടെ പൊസിഷനും അനുസരിച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ എല്ലാത്തിനും മേലെയാണ് ദൈവിക കൃപ എന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ ആയിത്തീർന്നാലും നമ്മുടെ ആ ഒരു അടിസ്ഥാനം മറക്കരുത്. സനാതന ധർമ്മത്തിലെ മൂല്യങ്ങൾ മുറുകെ പിടിക്കാൻ ശ്രമിക്കുക. അതുമാത്രമല്ല ഭഗവത് പ്രാപ്തിക്കായി ശ്രമിക്കുക. എല്ലാ ക്രെഡിറ്റും ഭഗവാന് കൊടുക്കുക, നിങ്ങളുടെ ഇഷ്ട ദൈവത്തിന് കൊടുക്കുക. അമ്മ കാരണമാണ് ഞാൻ എന്തെങ്കിലും ആയിത്തീർന്നത്. ഇന്ന് എനിക്ക് ജീവിതത്തിൽ വന്നു ചേർന്ന ഈ ദുഃഖം എന്നത് എൻ്റെ പ്രാരാബ്ധം അമ്മ നീക്കിത്തരാനുള്ളൊരു ശ്രമമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിലൂടെ കടന്നു പോകാൻ എനിക്ക് ശക്തി തരണമേ. ഭഗവാനോടും ഇത് തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ ഈ പ്രാരാബ്ധം, ഈ അസുഖം, അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധി, ഈ ജോലിയില്ലായ്മ, ഇത് സഹിക്കാൻ എനിക്ക് ശക്തി തരണമേ, എനിക്ക് കരുത്ത് തരണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രാരാബ്ധം അങ്ങോട്ട് കഴിയുമ്പോൾ പിന്നീട് നല്ല സമയങ്ങൾ വരുന്നതാണ്. അപ്പോൾ സമയം ആണ് ഏറ്റവും ബലവാനായിട്ടുള്ളത്. സമയം തന്നെയാണ് ശനി, സമയം തന്നെയാണ് മഹാകാളി. കാളി എന്ന് പറയുമ്പോൾ തന്നെ സമയമാണ്. അതുപോലെ തന്നെയാണ് കാലഭൈരവനും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഉഗ്രദേവതകളെ ആരാധിക്കാവുന്നതുമാണ്, ഒരു ധൈര്യം ലഭിക്കുന്നതുമാണ്. ആയിട്ടും നരസിംഹമൂർത്തിയായാലും ഹനുമാൻജി ആയാലും മഹാകാളി ആയാലും ഭദ്രകാളി ഭഗവതി ആണെങ്കിലും അതുപോലെ കാലഭൈരവനാണെങ്കിലും ഒക്കെ ആരാധിക്കാവുന്നതുമാണ്. അപ്പോൾ ജ്യോതിഷപരമായിട്ടുള്ള ചില അറിവുകൾ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു അറിവ് കാണാൻ നിങ്ങൾ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥവും നിങ്ങൾക്ക് ആ ദൈവിക കൃപയുണ്ടെന്നാണ്. കാരണം നിഗൂഢ വിദ്യയിൽപ്പെടുന്നതാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അമ്മയാണ്, ഭദ്രകാളിയാണ് എനിക്ക് അറിവുകൾ കൊണ്ട് തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അറിവ് നിങ്ങൾ കേൾക്കുമ്പോൾ അമ്മയുടെ കൃപ നിങ്ങളിലും എത്തട്ടെ, നിങ്ങളിലും എത്തുന്നുണ്ട് എന്ന് ഞാൻ അറിയുന്നു. അതൊരു വലിയ സൗഭാഗ്യമായിട്ട് കാണുന്നു. നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.